സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് തുറക്കാൻ ചർച്ചകൾ സജീവം. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേരും. നാളെ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ തുടരാൻ അനുവദിക്കരുത്, ID കാർഡ് നിർബന്ധമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നലെ ചേർന്ന PTA യോഗം മുന്നോട്ട് വെച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു വ്യക്തമാക്കി. മഹാരാജാസിലെ പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രിൻസിപ്പൽ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുതുതായി വരുന്ന സംവിധാനം കൂടുതൽ ജാഗരൂകമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു യോഗം വിളിച്ചു ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, എപ്പോഴാണ് ഇന്നത്തെ യോഗം? ഈ പ്രശ്നപരിഹാരത്തിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് ഇതിനോടകം വന്നിരിക്കുന്നത്? വേണു, 11 മണിക്കാണ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ രക്ഷകർത്താക്കളുടെ ഒരു PTA രക്ഷകർത്താക്കളുടെ അധ്യാപകരുടെയും ഒരു ജനറൽ ബോഡി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് കോളേജിൽ തുടർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ച കോളേജ് തുറക്കാൻ ഒരു ആലോചന നടത്തണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ തുടർച്ചയായിട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കോളേജിലെ സുരക്ഷ ശക്തമാക്കാനും കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. മാത്രമല്ല, ഈ രാത്രികളിലടക്കം വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ തങ്ങുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ കാരണമെന്നാണ് ഈ യോഗത്തിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ തങ്ങാൻ അനുവദിക്കില്ലെന്നൊരു തീരുമാനമെടുത്തിരുന്നു. അഥവാ 6 മണിക്ക് ശേഷം ഏതെങ്കിലും പ്രത്യേക ക്ലാസുകൾക്കായി വിദ്യാർത്ഥികൾക്ക് തങ്ങണമെങ്കിൽ പ്രിൻസിപ്പലിന്റെ പ്രത്യേക അനുമതി വേണമെന്നും ഇന്നലെ നിർദ്ദേശമുണ്ടായി. മാത്രമല്ല, സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കൂട്ടണമെന്ന കാര്യം സർക്കാരിനോട് കോളേജ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ 5 സെക്യൂരിറ്റി ജീവനക്കാരെ പുതുതായി തരണമെന്നാണ് കോളേജ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. മാത്രമല്ല, ഇവിടെ CCTV അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ക്രമീകരിക്കാനും ഒരു നിർദ്ദേശം ഈ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ചേർത്തിൽ ഒരു ടീം ഉണ്ടാക്കി. ടീം ഇടയ്ക്ക് കോളേജുകളിൽ ഒരു സ്ക്വാഡായി ഒരു സന്ദർശനം നടത്താനും പ്രവർത്തനം വിലയിരുത്താനും ഒരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ കോളേജിലെ സമാധാന അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാനുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും അടച്ച കോളേജ് ഇതുവരെയും തുറന്നിട്ടില്ല. അക്കാര്യത്തിൽ ഈ ഒരു സമാധാന അന്തരീക്ഷം പുനഃസൃഷ്ടിച്ചുകൊണ്ട് കോളേജ് എത്രയും വേഗം തന്നെ തുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് 11 മണിക്ക് വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പോലീസും അടക്കം കാര്യം പറഞ്ഞത്, ഈ സംഘർഷങ്ങളുടെ ഒരു സാഹചര്യത്തിൽ അതിലെതിരെ കർശനമായ നടപടി തുടരും. അതിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി തുടരും. അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയും പോലീസും തീരുമാനിച്ചു. എന്തായാലും ഈ 11 മണിക്ക് യോഗം വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപികയുടെ നേതൃത്വത്തിൽ യോഗം തുടങ്ങും. അതിനുശേഷമായിരിക്കും ഈ കോളേജ് എന്ന് തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അറിയിപ്പുണ്ടാകും. അജീഷ് ജയകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.